കാർഷിക ഉൽപാദന മേഖലയ്ക്ക് മുൻഗണന നൽകി ഇരിട്ടി നഗരസഭാ ബജറ്റ് വൈസ് ചെയർമാൻ പി ഉസ്മാൻ ബജറ്റ് അവതരിപ്പിച്ചു. 63,65,95,946 രൂപ വരവും 52,56,50,500 രൂപ ചിലവും 9,45,446 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഇരിട്ടി നഗരസഭാ വൈസ് ചെയർമാൻ പി ഉസ്മാൻ അവതരിപ്പിച്ചത്. ആധുനിക രീതിയിലുള്ള ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിന് 2.5 കോടിയും ആധുനിക രീതിയിൽ അറവുശാല നിർമ്മിക്കാൻ 50 ലക്ഷവും വകയിരുത്തി. നഗരസഭയിൽ വ്യവസായ എസ്റ്റേറ്റ് സ്ഥാപിക്കുവാൻ സ്ഥലം വാങ്ങുന്നതിന് 1 കോടിയും നഗരസഭയ്ക്ക് വിവിധ ആവശ്യങ്ങൾക്ക് സ്ഥലം വാങ്ങുന്നതിന് 1 കോടിയും നഗരസഭ ഓഫീസ് നവീകരണത്തിന് 50 ലക്ഷവും വകയിരുത്തി. ജബ്ബാർ കടവ് മുതൽ എടക്കാനം പഴശ്ശി ഡാം വരെ കൂടുതൽ ആധുനിക രീതിയിൽ ടൂറിസം പ്രൊജക്ട് നടപ്പിലാക്കാൻ ബഡ് സ്കൂൾ സ്ഥാപിക്കുന്നതിനും സ്ഥലം കണ്ടെത്തുന്നതിനുമായി 50 ലക്ഷവും വകയിരുത്തി. ശാസ്ത്രീയമായ മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി 80 ലക്ഷം, നഗരസഭയുടെ MCF മുത്തപ്പൻകരിയിൽ കൂടുതൽ മികവുറ്റതാക്കുന്നതിന് 30 ലക്ഷം, ആരോഗ്യ മേഖലയ്ക്ക് 2.5 കോടി, വിദ്യാഭ്യാസ മേഖലയ്ക്ക് 85 ലക്ഷം, 19-ാം മൈലിൽ പുതിയ വെൽനസ് സെന്റർ ആരംഭിക്കുന്നതിന് 40 ലക്ഷം എന്നിങ്ങനെ വകയിരുത്തി. ചാവശ്ശേരി പറയനാട് കൊട്ടാരം ഇറിഗേഷൻ റോഡ് നവീകരണത്തിന് 40 ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട്. നഗരസഭയുടെ അധീനതയിലുള്ള വിവിധ കെട്ടിടങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ, അങ്കണവാടികൾ തുടങ്ങിയവയുടെ പെയിന്റിംഗ് അടക്കമുള്ള പ്രവൃത്തികൾക്ക് 3 കോടിയും വകയിരുത്തി. നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാകേഷ് പാലേരി വീട്ടിൽ, PV നിഷ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.